വേറെ കുറെ ആളുകൾ തൗഹീദാന്ന് പറയുക ഇല്ലേ? അപ്പോ ഇത് ജബ്ബാർ മൗലവി പഠിപ്പിച്ചതാ. അതുകൊണ്ടാണ് നമ്മുടെ സക്കരിയ മൗലവി പറഞ്ഞത് ഫൈസൽ തൗബ ചെയ്യണം. അനസ് തൗബ ചെയ്തിട്ടില്ലേ? അതുപോലെ തൗബ ചെയ്യണം കേട്ടോ. നാരിയത്ത് സലാത്തുമായി ബന്ധപ്പെട്ട വിവാദം അല്ലെ? നാരിയത്ത് സലാത്ത് കേരളത്തിലെ സമസ്തക്കാർ ചെല്ലുന്നത് അത് ശിർക്കൻ സലാത്ത് തന്നെയാണ്, നരകത്തിൽ പോകുന്ന സലാത്ത് തന്നെയാണ്. കാരണം എന്താ? റസൂലുള്ളാഹിനെ കൊണ്ടാണ് പ്രയാസം നീങ്ങുന്നത്, റസൂലുള്ളാഹിനെ കെട്ടിക്കൊടുക്ക നയിക്കുന്നത് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ നാരിയത്ത് സലാത്ത് ചെല്ലുന്നത്. എന്നാൽ ആ വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാള് ലബ്ബാദാരിമിയോട് ചോദിച്ചു. ഒരു ആൾക്ക് ആ വിശ്വാസമൊന്നുമില്ല. തെക്കൻ കേരളത്തിലൊക്കെ ഉണ്ട് റസൂൽ കേൾക്കൊന്നും കാണുന്നൊന്നും വിശ്വസിക്കാത്ത മദ്ഹബിന്റെ പേരിൽ മാത്രം ഹനഫികളായി ജീവിക്കുന്ന ആളുകള് ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്. അങ്ങനെയുള്ള ഒരാള് നാരിയത്ത് സലാത്ത് ചൊല്ലുകയാണ്. റസൂലുള്ളാഹിന്റെ സലാത്തും സലാമും പറഞ്ഞിട്ട് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, നബിയെ കൊണ്ട് കെട്ടിക്കൊടുക്കൽ അഴിയുന്നു. ഫതൻഫരിജു ബിഹിൽ ഖുർബ്, നബിയെ കൊണ്ട് പ്രയാസങ്ങൾ നീങ്ങുന്നു. നബിയെ കൊണ്ട് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു. നബി ആവശ്യം നിർവഹിക്കുന്നുമില്ല, നബി കെട്ടിക്കൊടുക്കയക്കുന്നുമില്ല, നബി പ്രയാസം നീക്കുന്നുമില്ല. കരീം, നബിയുടെ മുഖം കൊണ്ട് മഴയെ തേടപ്പെടാറുണ്ട്. നബി ചെറുതാകുമ്പോൾ അബ്ദുൽ മുത്തലിബ് കാബത്തിൽ പോയി കുട്ടിയെ മത്സ്യ പിടിച്ചിട്ട് മഴക്കൊണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, മഴ കിട്ടാറുണ്ട്. ഇത് മദ്ഹായിട്ട് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് ഈ വക വിശ്വാസങ്ങളൊന്നുമില്ലെങ്കിൽ അതിന് ശിർക്ക് വരുമോ? ഒരാൾ ചോദിച്ചതാണ്. അയാൾ നാരിയത്ത് സലാത്ത്, ആ നാരിയത്ത് സലാത്തുകളെ ഒരാൾ ഉണ്ടാക്കിയതാണ്. അത് ഇത്ര വട്ടം കഴിഞ്ഞാൽ ഇന്ന മൂല്യമുണ്ട്, ഇന്ന ദിവസം ചെല്ലുക, ഇന്ന മുറാജാത്തിലാകും എന്നൊക്കെ വിശ്വാസത്തിലാണ്, തനിച്ച വിദാത്താണ്. എന്നാൽ ആ വിശ്വാസത്തിൽ ആ വരികൾ മാത്രം ആൾ പറഞ്ഞാലോ? ഏതുപോലെ ഇപ്പൊ യായി പാടുന്ന പോലെ തന്നെ ജിന്നിനെയും മലക്കിനെയും വിളിച്ചു നേടിയ ശിർക്കാണ്. പക്ഷെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥനയുടെ ഉദ്ദേശമൊന്നും ഇല്ലാതെ പറഞ്ഞാലോ? ഇങ്ങനെയാണെങ്കിലോ ശിർക്ക് വരുന്നില്ല. അപ്പൊ യായ്പാടുള്ള ചർച്ച ചെയ്യുമ്പോഴാ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നത്. നമ്മൾ പറഞ്ഞു ശിർക്കാകുന്ന ഒരു വ്യാഖ്യാനത്തിനുണ്ട്. അത് നരകത്തിലേക്ക് പോകുന്ന സലാത്ത് തന്നെയാണ്, സമസ്തക്കാർ ചെല്ലുന്ന അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാള്, നാരിയത്ത് സലാത്ത് ഒരു പുണ്യകർമ്മമാണെന്ന് വിശ്വസിക്കാത്ത ഒരാൾ അങ്ങനെ പറഞ്ഞാലോ അതിൽ ശിർക്ക് വരൂല, ആ വരികളിൽ ശിർക്കില്ല. ഇത് പറഞ്ഞപ്പോ സുഹൃത്തുക്കളെ പല ആളുകളും വിവാദം ഉണ്ടാക്കി, പക്ഷെ നമ്മൾ നിന്നില്ല. പക്ഷെ ഇപ്പൊ എന്താ അറിയോ? ഫൈസൽ മുസ്ലിയാരോട് ചോദിച്ചു, സക്കരിയ സലാഹി ഇങ്ങനെ പറഞ്ഞല്ലോ, ലബ്ബാദാരിമി ഇങ്ങനെ പറഞ്ഞല്ലോ. ലബ്ബാദാരിമി പറഞ്ഞത് ശരിയാണ്, സക്കരിയ സലാഹി പറഞ്ഞത് ശരിയാണ് എന്ന് ന്യായീകരിച്ചു. ആര്? ഫൈസൽ മുസ്ലിയാർ ന്യായീകരിച്ചു. പക്ഷെ എന്താ ഉണ്ടായതറിയോ? ഇപ്പൊ മൂപ്പര് സംഘടനാ മുതലാളിമാർക്ക് വേണ്ടി അത് തിരുത്തി പറഞ്ഞു. അതിന്റെ വഴികളിൽ തന്നെ ശിർക്കുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ പോന്നത് എന്തിനാ? കേന്ദ്ര തൗഹീദ് തിരുത്തി നട്ടാ നമ്മൾ പോന്നത്. ഇപ്പൊ ഇവരും തിരുത്തിയില്ലേ? ഇവരും തിരുത്തിയിലെ സുഹൃത്തുക്കളെ. അപ്പൊ ഇവർ തന്നെ യഥാർത്ഥത്തിൽ വിഷയം തൗഹീദൊന്നും അല്ല. തൗഹീദ് 2012 എന്ന് പറഞ്ഞു നമ്മള്. ഇപ്പെന്തായി? ഇപ്പൊ വിസ്ഡം തൗഹീദായി അല്ലേ? വിസ്ഡം തൗഹീദ് കഷ്ടം തൗഹീദാകാൻ പോവുകയാണ്. കാരണം ഫൈസൽ മുസ്ലിയാർ തൗബ ചെയ്യേണ്ടി വരും. അനസ് മുസ്ലിയാർ തൗബ ചെയ്തു. ഒരുപാട് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് കേന്ദ്രത്തിന്റെ ആളുകളെ ജാമ്യയിൽ പോയിട്ട് ആളുകളെ മുമ്പിലെത്തി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞ ആണുങ്ങളെ പോലെ മൂപ്പരവാദത്ത് പറഞ്ഞാൽ ഞാൻ തെറ്റ് തിരിച്ചുപോയി തൗഹീദിലേക്ക് എന്നാ മൂപ്പര് പറയുന്നത്. എന്നാ ഇയാളങ്ങനെ തൗബ ചെയ്യണ്ടേ? ഇയാൾ തൗബ ചെയ്യട്ടെ, ഒരു തൗബ സംഗമം തന്നെ നടത്തട്ടെ, ലജ്ജന കൂടിയിട്ട്. മുമ്പ് പറഞ്ഞു അതിന്റെ വരികളിൽ ശിർക്കില്ല. ആ മാത്രല്ല മധുകുദ്ദേശിച്ച് ചെല്ലിയ കൂലി കിട്ടും എന്ന് വരെ പറഞ്ഞു. മനസ്സ് തിരിച്ചത് KJ പറഞ്ഞിട്ടാണ്. ഇയാൾ ആര് പറഞ്ഞിട്ടാ തിരിച്ചത്? KJ ഞങ്ങൾക്ക് ആയത്തോടി തന്നു, അതുകൊണ്ട് ഞാൻ തൗബ ചെയ്യുന്നു. ഇയാൾ തൗബയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് മുസ്ലിയാരങ്ങളൊന്ന് തൗബ ചെയ്യണം. നിങ്ങളിങ്ങനെ മുതലാളിമാർക്ക് വേണ്ടി, സംഘടനാ മുതലാളിമാർക്ക് വേണ്ടി വാദം മാറ്റിയാണെങ്കിൽ ഇയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇനി ഇവിടെ ഒന്നും പിടുത്തം കിട്ടിയില്ലെങ്കിൽ അയാളെന്നിപ്പോ വെറും തട്ടിയാല് സംഘടനാ മുതലാളിമാർക്ക് വേറെ ആളെ കിട്ടുമ്പോ ആദ്യം അമ്മലൊക്കെ മറക്കും, ഓലൊക്കെ തട്ടും. അങ്ങനെ തട്ടിയാൽ ഇയാൾ ചിലപ്പോ മറ്റിക്കന്നെ തിരിച്ചു പോകുമോ? വാപ്പ മന്ത്രവാദിയാണ്, മമ്പുറം ജാറത്തിലെ മന്ത്രവാദിയാണ്. അങ്ങോട്ട് ഫൈസൽ മുസ്ലിയാർ തിരിച്ചു പോകുമോ?